അടുത്തത് ഹെർമൻ ഗുണ്ടട്ടിനെ കുറിച്ചാണ് പറയുന്നത്. ബാസൽ മിഷൻ്റെ കീഴിൽ മലബാർ മേഖലയിൽ പ്രവർത്തിച്ച മിഷണറിയാണ് ഡോക്ടർ ഹെർമൻ ഗുണ്ടട്ട്. 1836 അദ്ദേഹം ഇന്ത്യയിലെത്തുന്നത്. മലയാള ഭാഷയുടെ വികാസത്തിൽ ഗുണ്ടട്ടിന് ചരിത്രപ്രധാനമായ സ്ഥാനമാണ് ഉള്ളത്. വ്യാകരണ, നിഘണ്ടു എന്നിവ കൂടാതെ നിരവധി ഗ്രന്ഥങ്ങളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. മലയാള ഭാഷയിലെ ശാസ്ത്രീയമായി രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള ആദ്യത്തെ നിഘണ്ടു ഹെർമൻ ഗുണ്ടട്ടിൻ്റേതാണ്. 1116 പേജുള്ള ഈ മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു മംഗലാപുരം ബാസൽ മിഷൻ പ്രസ്സിൽ നിന്നാണ് പ്രസിദ്ധീകരിച്ചത്. ഗുണ്ടട്ടിൻ്റെ കൃതികളിൽ പ്രധാനമാണ് പഴഞ്ചൊൽമാല. അതൊന്നോർത്തിരിക്കുക. ഗുണ്ടട്ടിൻ്റെ കൃതികളിൽ പ്രധാനമാണ് പഴഞ്ചൊൽമാല. 1845 മംഗലാപുരത്തു നിന്നും കല്ലച്ചിൽ ഇത് പ്രസിദ്ധീകരിച്ചു. ഇത് പഴഞ്ചൊല്ലുകളുടെ ഒരു സമാഹാരമാണ്. 1860 പ്രസിദ്ധീകരിക്കപ്പെട്ട ഗദ്യപദ്യ സമാഹാരമാണ് പാഠമാല. 1860 പ്രസിദ്ധീകരിച്ച ഗദ്യപദ്യങ്ങളുടെ ഒരു സമാഹാരമാണ് പാഠമാല. ലക്ഷണമൊത്ത ആദ്യത്തെ പാഠപുസ്തകമാണ് ഇതെന്ന് പറയപ്പെടുന്നു. 1498 മുതൽ 1631 വരെയുള്ള കേരള ചരിത്രത്തെക്കുറിച്ചോ പ്രത്യേകിച്ച് പോർട്ടുഗീസ് കാലഘട്ടത്തെക്കുറിച്ചോ പരാമർശിക്കുന്ന ഗുണ്ടട്ടിൻ്റെ കൃതിയാണ് കേരളപ്പഴം. അത് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. മലബാറിൻ്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും സംയോജിപ്പിച്ച് തയ്യാറാക്കിയ കൃതിയാണ് മലയാള രാജ്യം. മലയാള രാജ്യത്തിൻ്റെ ഭൂമിശാസ്ത്രത്തെ സംബന്ധിച്ച ആദ്യ കൃതിയാണ് മലയാള രാജ്യം. കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട ഗുണ്ടട്ട് എഴുതിയ കൃതിയാണ് കേരളോൽപ്പത്തി. ഇപ്പം ഗുണ്ടട്ടിൻ്റെ പല കൃതികളെയും ഇതിൽ പരാമർശിച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക.